ഹായ് ഫ്രണ്ട്സ്, ആദീസ് ആൻഡ് നിധീസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഞണ്ട് കറി വെച്ചാലോ? കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ അവിടെ സൂപ്പർ ഞണ്ടിരിക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി ഫ്രഷാണ്. അപ്പോൾ അവനെ അങ്ങ് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോന്നേ. അപ്പോൾ അവനെ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് മൺചട്ടി വെക്കാം. സീ ഫുഡൊക്കെ മൺചട്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുക്കിങ്ങിനെല്ലാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ വെളിച്ചെണ്ണ എല്ലാം ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുവെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഇടുമ്പോൾ ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റും ഒക്കെയാണ്. അങ്ങനെ പെരിഞ്ജീരകവും എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഒന്നര സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിൽ സവാളയാണ്. അങ്ങനെ അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊരുമാതിരി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കണം. കൊച്ചുള്ളിയും ഇതിലേക്ക് എത്ര ആഡ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റാണ്. അങ്ങനെ ഞാനൊരു 25-30 കൊച്ചുള്ളിയൊക്കെ ഉണ്ടായിരിക്കും. അത്രയും കൊച്ചുള്ളി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുള്ളി ഞാൻ അരിയുന്നൊന്നുമില്ല, മുഴുവനെ തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ കൊച്ചുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളികൾ രണ്ടും വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഉള്ളിയിൽ ചേർത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഒരു 3 പച്ചമുളക് ഞാൻ നെടുകെ പിളർന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി എടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് അധികം എരിവ് ഇഷ്ടമല്ലാത്തത് കാരണം മല്ലിപ്പൊടി എടുത്തേക്കുന്ന അതേ അളവിൽ തന്നെ മുളക് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവ് ഇച്ചിരി കുറവായിരിക്കുമല്ലോ. അങ്ങനെ മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്ത് തക്കാളിപ്പഴം കൂടെ ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി എല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ഞണ്ടുകുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. അങ്ങനെ അവരെ എല്ലാം അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ മസാലകളെല്ലാം ഒന്ന് ഞണ്ടിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളമേ ചേർക്കാവേ. പച്ചവെള്ളം എടുത്ത് നമ്മൾ ഈ ചൂടായ ഇരിക്കുന്ന മസാലയിലേക്ക് ചേർക്കുമ്പോൾ വലിയ ടേസ്റ്റ് കാണത്തില്ല. അപ്പം അങ്ങനെ ചേർക്കാതെ നമുക്ക് ചൂടുവെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഞാനതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചൊന്ന് തിള വരണം. തിള വന്നതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഒരു 2 മിനിറ്റ് അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് തിളയൊക്കെ വന്ന് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ഞണ്ട് കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം മണം കേൾക്കുമ്പോഴേ നമുക്കറിയാം നല്ല ഞണ്ട് കറി നല്ല സൂപ്പറായിട്ടുണ്ടെന്നേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഞണ്ട് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ചാറൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ.